ആയുർവേദത്തെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അങ്ങനെ ഒരു വീഡിയോ ദിശയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ദിശ പറഞ്ഞ് അതിനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നതാണ്. ഡോക്ടർ ദിശയ്ക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം. ആക്ച്വലി ഒരുപാട് വീഡിയോസ് കാണാറുണ്ട് ആയുർവേദത്തിനെ വിമർശിച്ചുകൊണ്ട്. പക്ഷെ അതിനൊന്നും അവർക്ക് മറുപടി കൊടുത്തിട്ട് കാര്യമില്ല, നമുക്കറിയാം. കാരണം എന്ന് വെച്ചാൽ അവരിത് എന്താണ് യഥാർത്ഥത്തിൽ ആയുർവേദം എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചതിന് ശേഷമൊന്നും അല്ല അവർ ചെയ്യുന്നത്. അവരുടെ പല താല്പര്യങ്ങളും മുൻനിർത്തിയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കേട്ടാൽ മനസ്സിലാവും. അവർക്ക് നമ്മൾ മറുപടി കൊടുത്തോണ്ടോ അവരെ തിരുത്താൻ ശ്രമിച്ചതുകൊണ്ടോ കാര്യമില്ല. അപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ എന്താണ് യഥാർത്ഥ ആയുർവേദം എന്ന് സാധാരണ ആൾക്കാരിലേക്ക് എത്തിക്കുക, പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിന് ഉത്തരമായിട്ട് നമ്മൾ സാധാരണക്കാർക്ക് ഈ പൊതുജനങ്ങൾക്ക് കാണുമ്പോൾ അതിനുള്ള ഉത്തരമായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും എന്നൊരു കാര്യം കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അവരെ വിമർശിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഗുണങ്ങളൊന്നും ഇല്ല. അപ്പോൾ കൂടുതൽ വളർച്ച കിട്ടുന്നില്ല. നമ്മൾ വീഡിയോ ഫുൾ ആയിട്ട് കാണിക്കുന്നില്ല, കുറച്ച് കാണിച്ചതിനുള്ള റിപ്ലൈ തന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് വീഡിയോ കാണാം. ഈ അടുത്തിടയ്ക്ക് ഇതുപോലൊരു വേദിയിൽ ഒരു മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഗൈനക്കോളജിസ്റ്റുമായിട്ട് സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടി. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യമാണ്, പുള്ളിക്കാരി ഇങ്ങനെയാണ് പറഞ്ഞത്. അതായത് അലോപ്പതിക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ആയുർവേദത്തിന് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ലല്ലോ. ഇപ്പോൾ ആ ട്രീറ്റ്മെന്റ് നടക്കുന്നു, അതിന്റെ കൂടെ സൈഡായിട്ട് ആയുർവേദത്തിന്റെ എന്തെങ്കിലും ഗുണഫലങ്ങൾ നമുക്ക് കിട്ടുന്നെങ്കിൽ കിട്ടിപ്പോക്കോട്ടെ, അങ്ങനെയാണ് പുള്ളിക്കാർ പറഞ്ഞത്. സോ ഇത്തരത്തില് മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് പോലും എന്തുകൊണ്ടാണ് ഇങ്ങനെ അൺസയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നത്? ഇപ്പൊ ഈ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞ കാര്യം അവർ പറഞ്ഞല്ലോ, അതിന് എനിക്ക് ഉത്തരമായിട്ട് പറയാനുള്ളത്, ശരിക്കും ആയുർവേദം എന്നത് അലോപ്പതിയുടെ കൂടെയോ ഹോമിയോയുടെ കൂടെയോ ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെന്റ് അല്ല. ശരിക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു ചികിത്സാ സമ്പ്രദായം തന്നെയാണ് ആയുർവേദം. അപ്പോൾ ഇതിനൊരു ഉത്തരം എന്ന രീതിയിൽ പറയാൻ നമുക്ക് ഗൈനക്കോളജിക്കൽ ഡിസീസസിനെ ഉദാഹരണമായിട്ട് എടുക്കാം. അഡിനോമയോസിസ്, എൻഡോമെട്രിയോസിസ്, ഫൈബ്രോയിഡ് തുടങ്ങിയ ഈ അസുഖങ്ങൾക്ക് നമുക്ക് പൂർണ്ണമായിട്ടും ആയുർവേദ ചികിത്സയിലൂടെ തന്നെ മാറ്റാൻ പറ്റും. യൂട്രസ് റിമൂവ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് നമുക്ക് എന്തിനാണ് അലോപ്പതി ട്രീറ്റ്മെന്റിന്റെ കൂടെ ആയുർവേദം ചെയ്യേണ്ട ആവശ്യം ഇല്ലല്ലോ. അത് അവർ പറഞ്ഞിട്ടുണ്ട്, ഒരുപക്ഷെ എന്തെങ്കിലും ഗുണഗണങ്ങൾ കിട്ടിക്കോട്ടെ എന്നുള്ള ഒരു അങ്ങനെ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അവരുടെ എക്സ്പീരിയൻസ് അങ്ങനെ ആയിരിക്കാം. ചിലപ്പോൾ അവർ സ്വയം അങ്ങനെ ആയുർവേദ ട്രീറ്റ്മെന്റിന് വിധേയരായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ അറിവിൽ അങ്ങനെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും അവർ പറഞ്ഞത്. അതിന് തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ആയുർവേദ ചികിത്സ കൊണ്ട് മാത്രം ഈ പറഞ്ഞ അസുഖങ്ങൾക്ക് നമുക്ക് പൂർണ്ണമായും മാറ്റം വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യുന്നതല്ലേ നല്ലത്. നമ്മൾ ഏത് സിസ്റ്റം ഉപയോഗിച്ച് മാറ്റുന്നല്ല, ആ രോഗിക്ക് ആ അസുഖത്തിന് ഏത് ചികിത്സ കൊണ്ടാണ് പൂർണ്ണമായും ആ അസുഖത്തിൽ നിന്ന് മുക്തി നേടാൻ പറ്റുന്നത്, ആ സിസ്റ്റത്തെ നമ്മൾ ആശ്രയിക്കുക. അല്ലാണ്ട് നമ്മളുടെ ആയുർവേദത്തിൽ തന്നെ ചെയ്ത് മാറ്റം വരുത്തണം എന്നല്ല. ഇപ്പൊ ചില കണ്ടീഷനിൽ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത അസുഖം ഉണ്ടാവും, അപ്പൊ നമ്മൾ റെഫർ ചെയ്യും, സർജറിക്ക് റെഫർ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ആ രോഗിക്ക് ദോഷം ചെയ്തിട്ടായാലും നമ്മളിൽ തന്നെ പിടിച്ചു നിർത്തണം എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. നമ്മൾ റെഫർ ചെയ്യും നമുക്ക് പറ്റാത്തത്. അത് നമുക്ക് രോഗിക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ആ രോഗിക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് ഏതിലാണ്, അപ്പൊ അതുപോലെ നമ്മൾ ചെയ്യും. അതാണ് ശരിക്കും ചെയ്യുന്നത്. പരിധിവരെ അലോപ്പതി മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർ വരുന്ന സമയത്ത് ആ മരുന്നുകളൊക്കെ കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ടാണ് ആയുർവേദം തുടങ്ങുന്നത് അല്ലെ സത്യത്തില്? അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മളെടുത്ത് വരുന്ന ഒരുവിധ എല്ലാ രോഗികളും അലോപ്പതി മെഡിസിൻസ് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന രോഗികൾ തന്നെയാണ് വരുന്നത്. പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ, തൈറോയിഡ്. ഇപ്പൊ അലോപ്പതിയിൽ അങ്ങനെയാണല്ലോ, ഇപ്പൊ അസുഖം ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാലാകാലം മരുന്ന് കഴിക്കുക എന്നതാണ് ഓപ്ഷനായിട്ട് പറയുന്നത്. ഉദാഹരണത്തിന് ജീവിതശൈലി രോഗങ്ങളായാലും ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ആയാലും എല്ലാത്തിലും കാലാകാലം മരുന്ന് കഴിക്കുക. പക്ഷെ ആയുർവേദത്തിൽ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്ന തരം അസുഖങ്ങൾക്ക് അലോപ്പതിയിൽ കാലാകാലം മരുന്ന് കഴിച്ച് പോവുക എന്നതാണ് അവരുടെ ഓപ്ഷൻ. അപ്പോൾ അവര് മറ്റുള്ള സിസ്റ്റത്തിൽ ഇതിന് പൂർണ്ണമായിട്ടും മാറ്റം വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ രോഗിയെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കണം, എന്നിട്ട് രോഗിക്ക് അതിനുള്ള പ്രയോജനം വാങ്ങിക്കൊടുക്കണം എന്നാണ്. പക്ഷെ ആ രീതിയിൽ ആരും കാണുന്നില്ല ആയുർവേദത്തെ. ചില ഡോക്ടേഴ്സ് അങ്ങനെ ഉണ്ട്, എനിക്ക് നേരത്തെ പരിചയമുള്ളതാണ്. നേരെ ഓപ്പോസിറ്റ് ആണ്. വന്നു പോയി കഴിഞ്ഞാൽ ആയുർവേദത്തെ മാക്സിമം കുറ്റം പറഞ്ഞ് എന്തിനാ അങ്ങോട്ടേക്ക് പോയത്, അവിടെ പോയി അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരുപാട് കുറ്റം പറഞ്ഞിട്ട് പേഷ്യന്റിനെ പേടിപ്പിക്കുന്ന അവസ്ഥയിലുള്ള ഡോക്ടേഴ്സും അങ്ങനെയുണ്ട്. അപ്പം എല്ലാരെയും അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. ഓരോരുത്തരും അവരുടെ അനുഭവങ്ങൾ കൊണ്ടാണ് ആ രീതിയിൽ ആയിത്തീരുന്നത്, അത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആയുർവേദത്തിൽ സുഖസാധ്യമായിട്ടുള്ള രോഗങ്ങൾ, അസാധ്യ രോഗങ്ങൾ, കഷ്ടപ്പെട്ട് മാറ്റാൻ കൃച്ഛ്രസാധ്യ രോഗങ്ങൾ, അങ്ങനെ ഉള്ള കാറ്റഗറീസ് ഉണ്ട്. പക്ഷെ അത് അലോപ്പതിയിൽ മാറ്റാൻ പറ്റാത്ത അസുഖങ്ങളും നമുക്ക് മാറ്റാൻ പറ്റാത്ത അസുഖങ്ങളും ഡിഫറെന്റ് ആണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞു കാട് കയറിപ്പോയി, അടുത്ത ഇതിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ബാക്കി കേൾക്കാം.
ആയുർവേദത്തിന് ആയുർവേദം പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരും അതുപോലെ തന്നെ മറ്റ് ആചാര്യന്മാരും വൈദ്യന്മാരും ഈവൻ ചരിത്രകാരന്മാർ പോലും അവകാശപ്പെടുന്നത് അതിന് 5000 വർഷത്തെ പാരമ്പര്യം ഉണ്ടെന്നാണ്. ഈവൻ ഭാരതം ഉണ്ടാവുന്നതിനും എത്രയോ മുമ്പേ തന്നെ ഇവിടെ നിലനിന്നിരുന്ന ഒരു പ്രാചീനമായിട്ടുള്ള ഒരു ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയായിരുന്നു ആയുർവേദം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് ഈ അടുത്ത കാലഘട്ടത്തിലാണ് വരുന്നത്. നിങ്ങൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് എടുത്ത വാക്സിനുകൾ പോലും 100 വർഷത്തെ പഴക്കമില്ലാത്ത എത്രയോ വാക്സിനുകളുണ്ട്. പക്ഷെ അതിനേക്കാൾ എത്രയോ ഇരട്ടി പഴക്കം ചെന്നിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ആയുർവേദത്തിൻ്റെത്. അപ്പോൾ ആയുർവേദത്തിന് അത്രമാത്രം പാരമ്പര്യം ഉള്ളത് കൊണ്ട് തന്നെ അതിന് അത്രമാത്രം ആധികാരികതയുണ്ട്. അത്രയും കാലത്തെ മനുഷ്യന് ചികിത്സിച്ച ഒരു പാരമ്പര്യം ആ ചികിത്സാ രീതിക്ക് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഈ മനുഷ്യ ശരീരത്തിനെയാണല്ലോ ചികിത്സിക്കുന്ന ഒരു വൈദ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ശരീരത്തിനെ എങ്ങനെയാണ് ആയുർവേദം കണക്കാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഇന്നത്തെ കാലത്ത് നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് വളരെ പരിഹാസ്യമായിട്ട് തോന്നും. പിന്നെ പഴയ കാലഘട്ടത്ത് 5000 വർഷം, യഥാർത്ഥത്തിൽ 5000 വർഷമൊന്നും ആയുർവേദത്തിന് പാരമ്പര്യം ഇല്ല. അതെല്ലാം പറഞ്ഞു വെച്ചിട്ടുള്ള വെറും നറേറ്റീവ് മാത്രമാണ്. എങ്കിൽ പോലും ഇത്രയും വർഷം ഒരു 2000 വർഷത്തെ പാരമ്പര്യം നമുക്ക് കണക്കാക്കാം ആയുർവേദത്തിന്. അപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ അന്നത്തെ മനുഷ്യന്റെ ചിന്തയുടെ പ്രതിഫലനം മാത്രമാണ് ആ ചികിത്സാ രീതിക്കകത്തെല്ലാം ഉള്ളത്. അതിൽ കൂടുതൽ അതിനകത്തൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഈ പറഞ്ഞ 5000 വർഷത്തെ പഴക്കമോ 2000 വർഷത്തെ പഴക്കമോ എത്രയോ ആയിക്കോട്ടെ, അതിന് നമ്മൾ വർഷത്തിന് വലിയ റിലവൻസ് ഇല്ല. അത്രയും പഴക്കമുള്ള ഒരു സിസ്റ്റം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ജനങ്ങൾ ഇപ്പോഴും അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അത് അത്രക്കും പ്രയോജനം അനുഭവിച്ചത് കൊണ്ടാണല്ലോ അത് നിലനിന്ന് വരുന്നത്. അതെ അതെ, എത്ര പേഷ്യൻസ് പറഞ്ഞതുപോലെ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ച് സുഖപ്രാപ്തി കിട്ടാണ്ട് നേരെ ആയുർവേദത്തിൽ വന്ന എത്ര പേഷ്യൻസ് ഉണ്ട്. അതെ അതെ, ഒരിക്കലും മാറില്ല എന്ന് വിചാരിച്ച പല അസുഖങ്ങളും ആയുർവേദത്തിലൂടെ മാറിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് സ്വന്തമായിട്ട് തന്നെ പല അനുഭവങ്ങളുണ്ട്. വർഷങ്ങളായിട്ട് പല ഡോക്ടേഴ്സിനെ കാണിച്ചിട്ട് സുഖപ്രാപ്തി കിട്ടാതിരുന്ന പേഷ്യൻസ് ഞങ്ങളടുത്ത് വന്നിട്ട് സുഖപ്രാപ്തി നേടിയ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസ് വിശ്വാസത്തിന്റെ പുറത്താണ് ഇത്ര കോൺഫിഡൻസിനോടുകൂടി ഞങ്ങൾ ഇത് പറയുന്നത്. മനുഷ്യന്റെ ശരീരത്തിൽ ഇപ്പൊ എത്ര അസ്ഥി ഉണ്ടാവും? 206 അസ്ഥി കൃത്യമായിട്ട് അറിയാം. ഏത് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചു പോയാലും അറിയാം. ആയുർവേദത്തിൽ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്ന 3 ആചാര്യന്മാരുണ്ട്. ചരകൻ, വാഗ്ഭടൻ, പിന്നെ സുശ്രുതൻ. ഈ 3 പേര്, ഇവരുടെ 3 പേരുടെ കോൺട്രിബ്യൂഷൻസ് ആണ് പ്രധാനമായിട്ടും ഇന്ന് നമ്മൾ കാണുന്ന ആയുർവേദത്തിന്റെ മൂലഗ്രന്ഥങ്ങളായിട്ട് കണക്കാക്കുന്നവയൊക്കെ ഉള്ളത്. സുശ്രുതനെ അറിയപ്പെടുന്നത് വലിയ സർജനായിട്ടാണ്. പ്ലാസ്റ്റിക് സർജറിയുടെ ഫാദറായിട്ടും സർജറിയുടെ ഫാദറായിട്ട് പോലും പലപ്പോഴും ഒക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ സുശ്രുതനും ചരകനും തമ്മിൽ വലിയൊരു ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. മനുഷ്യന്റെ ശരീരത്തിൽ എത്ര അസ്ഥി ഉണ്ടായിരുന്നു എന്നുള്ളതിനെ ചൊല്ലി. സുശ്രുതനും ചരകനും 206 അസ്ഥി മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്ന് അറിയില്ലാത്ത സർജന്മാരായിരുന്നു ഇവരൊക്കെ. അപ്പോൾ ഞാൻ ഈ കാര്യം എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് മനുഷ്യന്റെ ശരീരത്തിൽ അസ്ഥി എണ്ണാവുന്നതേ ഉള്ളൂ. എണ്ണാൻ അറിയാമെങ്കിൽ ശരീരത്തിൽ അസ്ഥി എണ്ണാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇവർക്കാർക്കും ശരീരത്തിന്റെ അസ്ഥി എണ്ണി എത്ര ഉണ്ടെന്ന് തിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ മഹാരഥന്മാർക്കൊന്നും കഴിഞ്ഞില്ല. എന്നിട്ട് അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ പണ്ടത്തെ കാര്യങ്ങളല്ലേ, ഇതൊക്കെ ഇപ്പൊ പറയേണ്ട പ്രസക്തി ഉണ്ട്. ഇതാണ് സുഹൃത്തുക്കളെ ഇവിടെ ഗവൺമെന്റ് നിങ്ങളുടെ ടാക്സ് മണി ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ ആയുർവേദ കോളേജിൽ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്. അപ്പോ ബോണിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ. അലോപ്പതിയിൽ 206 ബോണാണ് ഉള്ളത്. അത് ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന ബോണിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അലോപ്പതി പോലെ അല്ല. നമ്മളുടെ അസ്ഥി എന്ന് പറയുന്നത് വേറെ തന്നെ. അതിന്റെ ഡെഫിനേഷൻ ആദ്യം മനസ്സിലാക്കുക. എന്താണ് അസ്ഥി, അതിൽ എന്തൊക്കെ പെടുന്നു, അത് വേറെ തന്നെ ഒരു സയൻസ് ആണ്. അപ്പോൾ അതിൽ അലോപ്പതിയിൽ ഉള്ളത് പോലെ തന്നെ ആയുർവേദത്തിൽ ഉണ്ടെങ്കിലേ അത് അംഗീകരിക്കപ്പെടൂ എന്നില്ല. എങ്ങനെയാണ് ആയുർവേദത്തിൽ അസ്ഥി അസ്ഥി എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിലെ ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനൊക്കെ അസ്ഥിയിൽ പെടുത്തിയിട്ടുണ്ട്. മസിൽ ഏറ്റവും കട്ടി കൂടിയ മസിലിനെയും പരിഗണിച്ചിട്ടുണ്ട് ചില അവസരത്തിൽ. അപ്പോൾ മെയിനായിട്ട് അലോപ്പതിയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ബോൺസും ആയുർവേദത്തിലും ഉണ്ട്. പക്ഷെ അതിൽ ബോണായിട്ട് കൂട്ടാത്ത പല സംഭവങ്ങളും ആയുർവേദത്തിൽ ബോണായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് പല്ലൊക്കെ നമ്മൾ അസ്ഥിയായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഈ നമ്പേഴ്സിലുള്ള വ്യത്യാസം വരുന്നത്. അപ്പോൾ ചരകൻ പറഞ്ഞിരിക്കുന്നതിനേക്കാളും സുശ്രുതൻ പറഞ്ഞിരിക്കുന്ന ബോൺസിന് വ്യത്യാസമുണ്ട്. അപ്പോൾ സുശ്രുതൻ എന്ന് പറഞ്ഞാൽ സർജറിയിൽ എക്സ്പെർട്ടാണ്. അപ്പോൾ സർജറിയിൽ കുറച്ചും കൂടി ശരിയായ രീതിയിൽ ബോണിനെ പരിഗണിക്കണം. കാരണം അത് കറക്ഷൻ ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ, മൈന്യൂട്ടായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ സുശ്രുതന്റെ കൺസെപ്റ്റ് ഡിഫറെന്റ് ആകുന്നത് അങ്ങനെയാണ്. ചരകൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഔഷധങ്ങൾ കൊണ്ട് ചികിത്സിക്കുന്ന ആളാണ്. അപ്പോൾ അത് ഒരു നമ്പർ വ്യത്യാസം വന്നതുകൊണ്ടോ ട്രീറ്റ്മെന്റിൽ വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു ഡിഫറൻസ്. അതിനെ പുച്ഛിച്ച് തള്ളേണ്ട കാര്യമൊന്നും ഇതാണ്. ഇതുപോലുള്ള ആളുകൾ ഇതുപോലെ പറയുമ്പോൾ സാധാരണക്കാരായ ആളുകൾ ഇത് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അതിനൊരു എക്സ്പ്ലനേഷൻ തരണമെന്ന് വിചാരിക്കാൻ കാരണം ഇതാണ്. അതായത് ആയുർവേദത്തിൽ ഇങ്ങനെയാണ് അവർ എല്ലുകളെ എണ്ണങ്ങളിൽ വ്യത്യാസം വരാൻ കാരണം അതാണ്. പക്ഷെ അലോപ്പതിയിൽ അങ്ങനെയാണ്. അപ്പൊ അത് തന്നെ നമ്മൾ ഫോളോ ചെയ്യണം, നിർബന്ധം പിടിക്കാൻ പാടില്ല. ഇത് വേറൊരു സയൻസ് ആണ്. അതെല്ലാവരും മനസ്സിലാക്കാനാണ്. നിങ്ങൾ അതും ഇതും കമ്പയർ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അതാണ് സത്യം. ചരകന്റെ അനാട്ടമി പഠിക്കണം, സുശ്രുതന്റെ അനാട്ടമി പഠിക്കണം, അതുകൂടാതെ മോഡേൺ അനാട്ടമിയും പഠിക്കണം.
മനുഷ്യനാണല്ലോ ചികിത്സിക്കുന്നത്. അപ്പൊ ആധുനിക മനുഷ്യന്റെ ശരീരം അറിഞ്ഞെങ്കിലേ എന്തെങ്കിലുമൊക്കെ നടക്കൂ. അതുകൊണ്ട് മോഡേൺ അനാട്ടമി പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഉപയോഗമില്ലാത്ത ഈ അട്ടർ വേസ്റ്റ് ഈ പഠിപ്പിച്ചുകൊണ്ടിരിപ്പുണ്ട് ഇപ്പോഴും. നമ്മുടെ ടാക്സ് മണി ഉപയോഗിച്ചുകൊണ്ടാണ് അവിടുത്തെ അധ്യാപകർക്ക് കാശും കൊടുത്തിട്ട് ഇത് പഠിപ്പിക്കുന്നത്. ഇത് അനാട്ടമിയുടെ ഒരു കാര്യം മാത്രമാണ്. ഇതുപോലെ ശുദ്ധ മണ്ടത്തരങ്ങൾ ധാരാളം ആയുർവേദത്തിനകത്തുണ്ട്. ഓക്കെ, ഇപ്പൊ അവര് പറഞ്ഞതെന്ന് വെച്ചാല് ആയുർവേദ കോളേജുകളിൽ ചരകന്റെ അനാട്ടമി പഠിക്കണം, സുശ്രുതന്റെ അനാട്ടമി പഠിക്കണം, മോഡേൺ അനാട്ടമി പഠിക്കണം എന്നൊക്കെ പറഞ്ഞു. അവർ പറയുന്നത് വെച്ചാൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ മോഡേൺ അനാട്ടമി പഠിച്ചാലേ നടക്കൂ എന്നാണ് അവർ പുച്ഛിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല സത്യം. നമുക്ക് ഈ ആയുർവേദ സയൻസിൽ ആയുർവേദത്തിൻ്റെതായിട്ടുള്ള ബയോളജി, ആയുർവേദത്തിൻ്റെതായിട്ടുള്ള ഫിസിയോളജി, ഓരോ രോഗങ്ങളും എങ്ങനെ ഉണ്ടാവുന്നു, പാത്തോഫിസിയോളജി, അതൊക്കെ ആയുർവേദത്തിൽ തന്നെ പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചികിത്സയും അതിൻ്റെ രീതിയിൽ തന്നെ ആയുർവേദ രീതിയാൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിന് നമുക്ക് മോഡേൺ അനാട്ടമിയുടെയോ ഫിസിയോളജിയുടെയോ ബയോകെമിസ്ട്രിയുടെയോ ആവശ്യമില്ല യഥാർത്ഥത്തിൽ. പക്ഷേ നമ്മൾ ഇപ്പോൾ ഈ മോഡേൺ ആധുനിക കാലഘട്ടത്തിൽ അതും കൂടി പഠിക്കേണ്ടത് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളെല്ലാവരും പൊതുജനങ്ങളായാലും എല്ലാവരും പഠിക്കുന്നത് മോഡേൺ ഒരു കൺസെപ്റ്റിലാണ് എല്ലാം പഠിക്കുന്നത്. ബയോളജി ആയാലും ഫിസിക്സ് ആയാലും ബയോകെമിസ്ട്രി എല്ലാം, ഫിസിയോളജി ഒക്കെ മോഡേണൈസേഷനാണ് ഇപ്പോൾ എല്ലായിടത്തും. അപ്പോൾ നമ്മൾ ഈ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന നമ്മൾ ആയുർവേദിക് ടേംസ് ഉണ്ട് പലതും, അത് ഡയറക്റ്റ് പേഷ്യൻസിന് മനസ്സിലാവില്ല. നമുക്ക് മറ്റുള്ള സമൂഹത്തിലെ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യണമെങ്കിൽ നമുക്ക് അവരുടെ ഭാഷ പഠിച്ചിരിക്കണം. ഇപ്പം ജർമ്മനി പോകുമ്പോൾ ജർമ്മൻ ഭാഷ പഠിക്കുന്നതെന്ന് പോലെ ഇവിടെ എല്ലാവരും സംസാരിക്കുന്ന ഭാഷ മോഡേൺ ഭാഷയാണ്. അപ്പോൾ നമ്മൾ പഴയ ആയുർവേദിക് ടേംസ്, പഴയതെന്നല്ല ആയുർവേദത്തിലുള്ള ആ ടേംസ് യൂസ് ചെയ്താൽ ആർക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ പൊതുവായിട്ട് നമ്മളുടെ കൺസെപ്റ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോഡേൺ ഇത് പഠിക്കുന്നത് യഥാർത്ഥത്തിൽ. അത് നമ്മളുടെ ചികിത്സയ്ക്ക് യാതൊരു തരത്തിലുള്ള സഹായവും നമുക്ക് ചെയ്യുന്നില്ല, പക്ഷെ അത് പല രീതിയിലും യൂസ്ഫുൾ ആകുന്നുമുണ്ട്. ഓക്കെ, ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് ആമ കണ്ടീഷൻ ആണ് എന്ന് പറയുന്നു. ആമ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആയുർവേദക്കാർക്ക് മാത്രമാണ്, ആയുർവേദം പഠിച്ചിട്ട് അത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് മനസ്സിലാവും. അതായത് ഒരു പേഷ്യന്റ് വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ആ പേഷ്യന്റ് ആമമാണെന്ന്. അപ്പോൾ അത് ആമം എന്ന് പേഷ്യന്റ് പറഞ്ഞാൽ പേഷ്യന്റിന് മനസ്സിലാവില്ല. നമ്മളത് നമ്മൾ ഇത്രയും വർഷങ്ങൾ കൊണ്ട് പഠിച്ച ആ ഒരു ഇതൊക്കെ അവരോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നടക്കുന്ന കാര്യമല്ല. അപ്പം ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷൻ ആൾക്കാർക്ക് അത് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ആണ്. അപ്പോൾ അതിന് ലാബ് ടെസ്റ്റും പല പാരാമീറ്റേഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് നമ്മൾ CBC, CRP അതൊക്കെ ചെക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ മോഡേൺ ആൾക്കാരുമായിട്ട് നമുക്ക് നിരന്തരം സംവദിക്കണമെങ്കിൽ ആ ഒരു ഇത് നമ്മൾ പഠിച്ചിരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മളുടെ ആയുർവേദ കോളേജുകളിൽ ഇത് പഠിക്കുന്നത്. അല്ലാതെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതോ നമ്മളൊരു രോഗീനെ മനസ്സിലാക്കുന്നതോ ഒരിക്കലും അത് വെച്ചിട്ടല്ല. ഇത് മനസ്സിലാക്കാം. ഈ മോഡേൺ മെഡിസിന് ചെയ്യാൻ പറ്റാത്ത ധാരാളം കാര്യങ്ങൾ ആയുർവേദം ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലാത്തത്. അലോപ്പതിക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ആയുർവേദത്തിന് ചെയ്യാൻ പറ്റും, സത്യമാണത്. അതുപോലെ ആയുർവേദത്തിന് പറ്റാത്ത പലതും അലോപ്പതിയിലും ചെയ്യാൻ പറ്റും. അതെ, നമ്മൾ ആരെയും മോശക്കാരായിട്ട് പറയുന്നതല്ല, എല്ലാത്തിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം ഉണ്ട്. ഒരു ആക്സിഡന്റ് കേസിനൊക്കെ അലോപ്പതി തന്നെയാണ് എന്ന് വെച്ചാൽ അവർക്കാണ് മോഡേൺ എക്യുപ്മെന്റ്സും സൗകര്യങ്ങളും ഒക്കെ ഉള്ളത്. അപ്പൊ നമ്മൾ അതിനെ ആശ്രയിച്ചേ പറ്റുള്ളൂ. അതേപോലെ സർജറി നമ്മൾ ആയുർവേദമാണ് തുടങ്ങി, ഇപ്പോൾ സുശ്രുതനാണ് സർജറിയുടെ പിതാവ് എന്നൊക്കെ പറയുന്നൊക്കെ അതാണ് ബേസ് സർജറിയുടെ. പക്ഷേ അതിനുശേഷം ഇപ്പോൾ വർഷങ്ങൾ കൊണ്ട് ഒരുപാട് പുരോഗതി ഉണ്ടായി. അതൊക്കെ മോഡേൺ മെഡിസിൻ്റെ നല്ലൊരു വശം തന്നെയാണ്, നമ്മൾ കണ്ടില്ല എന്ന് വെക്കുന്നതല്ല. പക്ഷേ അലോപ്പതി അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ മാത്രമാണ് ഒരു പ്രതിവിധി എന്ന തരത്തിൽ വരുമ്പോഴാണ് നമുക്ക് അത് പറയേണ്ടി വരുന്നത്. അപ്പം അലോപ്പതിയിൽ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ആയുർവേദത്തിൽ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ്, ഹൈപ്പർ സെൻസിറ്റിവിറ്റി കണ്ടീഷൻസ്. ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അലർജി തുടങ്ങിയ ആസ്തമ തുടങ്ങിയ അസുഖങ്ങൾ. ഇതിനൊക്കെ അലോപ്പതിയിൽ കൊടുക്കുന്നത് സ്റ്റിറോയിഡ്സ് ആണ്. കാലാകാലം സ്റ്റിറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കുക ഈ ലക്ഷണങ്ങൾ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതാണ് അവർ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ആയുർവേദത്തിൽ ഇത്തരം കണ്ടീഷന് ഫലപ്രദമായിട്ടുള്ള ചികിത്സ ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് തന്നെ പൂർണ്ണമായി മാറുന്ന തരത്തിലുള്ള ചികിത്സ ആയുർവേദത്തിലുണ്ട്. വെറുതെ പറയുന്നത് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ ഇതുവരെ അതിന്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങളത് ഫ്യൂച്ചറിൽ അത് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. എന്തായാലും ഇപ്പം ദിശയുടെ ഈ പേജ് എന്തായാലും ആക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിലൂടെ ഞങ്ങളടുത്തുള്ള പേഷ്യൻസിൻ്റെ ഒക്കെ അവർക്കൊക്കെ സമ്മതമാണെങ്കിൽ അവരുടെയൊക്കെ റിപ്പോർട്ടും അവരുടെയൊക്കെ അനുഭവങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പറയും. അതുപോലെ തന്നെ അവരുടെ റിപ്പോർട്ട്സ് ഒക്കെ ഇതിൽ ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട് നമുക്ക്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കുറച്ചൊരു സാങ്കേതിക കാരണങ്ങളാൽ ഈ പേജ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അതാണ് സത്യം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫ്യൂച്ചറിൽ ഇതൊക്കെ ചെയ്യും. അല്ലാണ്ട് ഞങ്ങളിത് വെറുതെ പറഞ്ഞു പോകുന്നതല്ല. ഞങ്ങളുടെ അനുഭവത്തിൽ ഇത്രയും കാലം ഉണ്ടായ എക്സ്പീരിയൻസിലൂടെയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഒരു ഗുണവും ഇല്ല എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ
ഓരോ പേഷ്യൻസിന്റെയും വരുമ്പോൾ ഉള്ള കണ്ടീഷനും അതിന്റെ ബ്ലഡ് ടെസ്റ്റും ബ്ലഡ് റിപ്പോർട്ടും സ്കാനിങ് റിപ്പോർട്ടും ഒക്കെ ഉണ്ട്. അപ്പൊ ആ പേഷ്യന്റിന്റെ പിന്നെ ട്രീറ്റ്മെന്റിന് ശേഷം വരുന്ന മാറ്റങ്ങളും അന്നേരമുള്ള ടെസ്റ്റ് റിപ്പോർട്ടും ഒക്കെ നമ്മളുടെ കയ്യിലുണ്ട്. പക്ഷെ നമ്മളത് ഒരു ആ രീതിയിൽ പ്രസന്റ് ചെയ്യാത്തത് എന്ന് വെച്ചാൽ ഒരു പരസ്യം ആകണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. പക്ഷെ അത് ചെയ്യണം, അത് പല ആൾക്കാർക്കും പ്രയോജനപ്പെടുമെങ്കിൽ അതൊരു നമ്മളൊരു ചെയ്യുന്ന ഒരു സേവനം തന്നെയല്ലേ. ആ രീതിയിൽ ചെയ്യണം എന്ന് നമ്മൾ വിചാരിക്കുന്നത്. നമുക്കിപ്പോൾ വരുന്ന പേഷ്യൻസ് എല്ലാം തന്നെ മൗത്ത് പബ്ലിസിറ്റിയിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ പറയാറുണ്ട് ദിശയോട്, നമുക്കിത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ എന്താണ്, അപ്പോൾ നമ്മൾ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിൻ്റെ ഒരു പരിപാടി ആലോചിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ അതിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പറയാം എന്നൊരു പ്ലാനിലാണുള്ളത്. എന്തായാലും അത് പെട്ടെന്ന് തന്നെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്. ഇപ്പോൾ അനന്ത് അംബാനിയുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാവരും കാണുന്നുണ്ടാവുമല്ലോ ന്യൂസ്. അപ്പോൾ അനന്ത് അംബാനി എന്തുകൊണ്ടാണ് ഇങ്ങനെ തടിച്ചിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ബോഡി ഷേമിങ്ങും കാര്യങ്ങളൊക്കെ അവർ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ അവർക്ക് ഒരു അസ്തമ എന്ന് പറയുന്ന അസുഖം ആണ് വരുന്നത്. അപ്പോൾ അതിന് സ്റ്റിറോയിഡ് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തപ്പോഴാണ് ഇങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് അവർ മാറിയത്. അപ്പോൾ അതിന്റെ ഫലമായിട്ട് അവർ ഒരുപാട് അസുഖങ്ങൾ ഇപ്പം അനുഭവിക്കുന്നുണ്ടാവാം. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. പക്ഷേ ഒരുപാട് ബോഡി ഷേമിങ്ങിനും ഒക്കെ വിധേയമാകുന്നുണ്ട് അവർ പോലും. അപ്പോൾ ഇതേപോലെ പലരും സ്റ്റിറോയിഡ് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് അതിന്റെ ദോഷവശങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്, നിങ്ങൾക്കറിയാം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ തടി കൂടുക മാത്രമല്ല, പല ഇന്റേണൽ ഓർഗൻസിനും ഡാമേജും കാര്യങ്ങളൊക്കെ വരാം. അപ്പം നമുക്ക് ആയുർവേദത്തിൽ ഇതിന് എഫക്റ്റീവായിട്ടുള്ള പൂർണ്ണമായും മാറ്റാനുള്ള ട്രീറ്റ്മെന്റ് ഇരിക്കുകയാണ് അലോപ്പതിക്കാർ അവരുടെ സ്റ്റിറോയിഡ് കഴിക്കുക മാത്രമാണ് ഇതിന് വഴിയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റിന് പോയി അതിന്റെ ദൂഷ്യവശങ്ങൾ സൈഡ് എഫക്ട്സ് അനുഭവിക്കും. മാത്രമല്ല പല പേഷ്യൻസിനും അറിയില്ല ഈ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന ഈ ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ സ്റ്റിറോയിഡ് ആണെന്നുള്ള കാര്യം. സ്റ്റിറോയിഡ് ആണെന്ന് അറിയില്ല. നമ്മുടെ അനുഭവത്തിൽ ഒരു പേഷ്യന്റ്, ഞങ്ങളടുത്ത് വന്നൊരു പേഷ്യന്റെ കാര്യം പറയാം. പേഷ്യന്റ് എങ്ങനെ വന്നതെന്ന് വെച്ചാൽ അമിതമായിട്ട് സ്റ്റിറോയിഡ് ഒരു ഫാർമസിയിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് ആ ഫാർമസിയിലെ സെയിൽസ്മാൻ പറഞ്ഞു, ഇങ്ങനെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രശ്നമാണ്, ഇത് സ്റ്റിറോയിഡാണ്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് അവർക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായത്. അപ്പോൾ അതിനുശേഷമാണ് അവർ അന്വേഷിക്കാൻ വന്നത്. സ്റ്റിറോയിഡാണ് ഇത്രയും കാലം കഴിച്ചിരുന്നത് പോലും ആ പേഷ്യന്റ് അറിഞ്ഞിരുന്ന ആ സമയത്താണ്. ആ പേഷ്യന്റ് ഞങ്ങളടുത്ത് വന്ന് അല്ലെങ്കിൽ ഇവിടെ ദിശയോട് സംസാരിച്ചതിന് ശേഷമാണ് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കുകയും എന്താ പറയുക ഞങ്ങളുടേതായ ട്രീറ്റ്മെന്റിലൂടെ കാര്യങ്ങൾ സുഗമമായിട്ട് ഇപ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാത്ത ഒരുപാട് ജനങ്ങളുണ്ട് ഈ സ്റ്റിറോയിഡാണ് ഞാൻ കഴിക്കുന്നത് എന്നുള്ളത് അറിയാത്തത്. അപ്പോൾ അത് വലിയൊരു അപകടം തന്നെയാണ്.